സാധാരണ ഇപ്പോൾ ഒരു തോട്ടമുടമ മരമെല്ലാം വെച്ചുപിടിപ്പിച്ചു 5-6 വർഷം ഇങ്ങനെ കാത്തു പരിപാലിച്ച് വളം ചെയ്ത് അതിൻ്റെ പുറകെ നടന്ന് കാടും വെട്ടി വളർത്തി കൊണ്ടുവരികയാണ്. വളർത്തി 6 വർഷം കഴിഞ്ഞൊരു 20 ഇഞ്ച് വണ്ണം 125 സെൻറ്റിമീറ്റർ ഉയരത്തിൽ 20 ഇഞ്ച് വണ്ണം വരുമ്പോഴത്തേക്കും തെളിക്കാൻ ആരംഭിക്കും. തെളിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റ് വെച്ച് വരച്ച് കൃത്യമരകളാണ് വെട്ടാൻ പറയുന്നത്. വെട്ടുകാർ മിക്കവാറും വെട്ടുകാരും കറക്റ്റായിട്ട് വെട്ടും. ചിലർ വെട്ടറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കറക്റ്റായിട്ട് അറിയില്ലായിരിക്കും. അവർ ഈ ടെംപ്ലേറ്റിന് അപ്പുറത്തേക്കൊക്കെ മാറ്റി വെട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആദ്യം എടുക്കണം അതേ കനത്തിന് പട്ട എടുത്തു കഴിഞ്ഞാൽ അത് അവസാനം വരെ എത്തണം വിട്ടു കൊടുക്കുമ്പോൾ. ഇച്ചിരി കൂടിയ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം കൂടി കഴിയുമ്പോൾ മുൻവശം താണു പോകും വെട്ടി വരുമ്പോൾ. മിക്ക തോട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുൻവശം ഇങ്ങനെ കുമ്പിട്ട് കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ആ ടെംപ്ലേറ്റ് ഇട്ട പോലെ തന്നെ നിൽക്കണം. ഇപ്പോൾ നമ്മൾ ഈ മരം വണ്ണം പിടിക്കുക, കറക്റ്റായിട്ട് മരത്തിൻ്റെ വണ്ണം പിടിച്ചിട്ട് ആ മരത്തിൻ്റെ പകുതി കാണുക. വണ്ണത്തിൻ്റെ ആ പകുതിയിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. മൊത്തം വണ്ണത്തിൻ്റെ പകുതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും വരെ കോഡ് വരയ്ക്കുക. ഈ കോഡിൽ നിന്ന് ആ കോഡിലേക്ക് മാർക്കിടുക. ഇപ്പോൾ ടെംപ്ലേറ്റ് ഇല്ലാതെ മാർക്കിടുന്ന കാര്യമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടെംപ്ലേറ്റ് വെച്ച് ചെയ്താൽ അത് എല്ലാവർക്കും ഒരു വിശ്വാസം മലയാളിമാർക്ക്. ഇത് ടെംപ്ലേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ടെംപ്ലേറ്റ് വെച്ച് വരയ്ക്കണമെങ്കിൽ 10 രൂപയെങ്കിലും കൂലി മേടിക്കും ഒരു മരത്തിന്. ഇപ്പോൾ നിസ്സാരമായിട്ട് ഇത്ര മറിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഞാൻ മറിച്ചു. ഇത് ടെംപ്ലേറ്റ് ഇതേ കൊണ്ടുവച്ചാൽ കറക്റ്റ് ആയിരിക്കും. 30 ഡിഗ്രി ചായ്വ്, അതായത് ബഡ് മരത്തിന് 30 ഡിഗ്രി ചായ്വാണെങ്കിൽ നാടൻ മരത്തിനൊക്കെ ആണെങ്കിൽ അതിലും കുറവ് മതി, 25 ഡിഗ്രി മതി. അതിന് പട്ടക്കനമുണ്ട്. എങ്ങനെയാണ് ഈ ജോയി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ഇല്ലാതെ വരച്ച് മരം കുത്തിപ്പറിച്ച് കളഞ്ഞേക്കരുത്. കറക്റ്റ് അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിൽ നിശ്ചയം വേണം. വര ചെരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കോഡ് വരയ്ക്കുന്ന 2 സൈഡും ചെരിഞ്ഞു പോകാൻ പാടില്ല. നേരെ കൊണ്ടും കറക്റ്റ് ആയിരിക്കണം. അതറിയാതെ മലയാളിമാർ ചിന്തിക്കരുത്.